ഇന്ത്യയുടെ ചരിത്രം രൂപപ്പെടുത്തിയത് ദർശനാത്മകമായ ആശയങ്ങളും പരിവർത്തനാത്മകമായ മാറ്റങ്ങളും കൊണ്ടുവന്ന ശ്രദ്ധേയരായ നേതാക്കളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്ത്രപരമായ മികവും സ്വാധീനവുമുള്ള രണ്ട് വ്യക്തികൾ വേറിട്ട് നിൽക്കുന്നു. പുരാതന രാഷ്ട്രീയ തന്ത്രജ്ഞനായ ചാണക്യനും ഇന്ത്യയുടെ സമകാലിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള സമാനതകൾ ഭരണത്തിലും നേതൃത്വത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും കാലാതീതമായ തത്വങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ അവരുടെ സമാനതകൾ പര്യവേഷണം ചെയ്യുന്നു. അവരുടെ ദർശനാത്മകമായ ചിന്ത, അടിസ്ഥാനമായ ബന്ധങ്ങൾ, തന്ത്രപരമായ മികവ് എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ആദ്യം തന്നെ ചാണക്യനെ പറ്റി ഒരു ബ്രീഫ് തരാം. കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ പുരാതന ഇന്ത്യയിലെ ഒരു മികച്ച തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനെ ഉപദേശിക്കുകയും സിംഹാസനത്തിൽ എത്തിക്കുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഛിന്നഭിന്നമായ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ അർത്ഥശാസ്ത്രം രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഒരു മൂലക്കല്ലായി ഇന്നും തുടരുന്നു. ഭരണം, നയതന്ത്രം, രാഷ്ട്രതന്ത്രം എന്നിവയുടെ കാലാതീതമായ തത്വങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തന്റെ ബുദ്ധിശക്തിയും പ്രായോഗിക സമീപനവും കൊണ്ട് തന്റെ കാലത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയ ഒരു ദർശകനായി ചാണക്യനെ ബഹുമാനിക്കുന്നു. ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പരിവർത്തനാത്മകമായ ദർശനത്തിനും കരിഷ്മാറ്റിക് ലീഡർഷിപ്പിനും പേരുകേട്ട ഒരു സമകാലിക നേതാവാണ്. ചായ വിൽപ്പനക്കാരിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള ധീരമായ പരിഷ്കാരങ്ങൾക്ക് പേരുകേട്ട മോദി ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി സ്ഥാപിച്ചു. തന്ത്രപരമായ തീരുമാനമെടുക്കൽ, അടിസ്ഥാനതല ബന്ധം, ദേശീയ വികസനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ സവിശേഷത. സമയം കൊണ്ട് നൂറ്റാണ്ടുകളായി വേർപിരിഞ്ഞ രണ്ട് നേതാക്കളും അവരുടെ നേതൃത്വ ശൈലികളിലും തന്ത്രപരമായ ചിന്തയിലും ഇന്ത്യയിൽ അവരുടെ പരിവർത്തനാത്മകമായ സ്വാധീനത്തിനും ശ്രദ്ധേയമായ സമാനതകൾ പങ്കിടുന്നു. അതുകൊണ്ടാണ് അവരുടെ താരതമ്യം ആകർഷകവും പ്രസക്തവുമാകുന്നത്. ആദ്യത്തെ സാമ്യത ദർശനാത്മകമായ ചിന്തയിലൂടെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തലാണ്. ഏതൊരു മഹാനായ നേതാവിന്റെയും മുഖമുദ്രയാണ് ദർശനാത്മകമായ ചിന്ത. ഈ കാര്യത്തിൽ ചാണക്യനും നരേന്ദ്രമോദിയും മികവ് പുലർത്തി. ഏകീകൃതവും സമ്പന്നവുമായ ഒരു ഭാരതം എന്ന ആശയം സങ്കല്പിക്കുന്നതിൽ ചാണക്യൻ മുൻനിരക്കാരനായിരുന്നു. ബാഹ്യ ആക്രമണങ്ങളെ ചെറുക്കാനും ആന്തരിക സ്ഥിരത ഉറപ്പാക്കാനും കഴിയുന്ന ശക്തമായൊരു കേന്ദ്രീകൃത സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. ചന്ദ്രഗുപ്ത മൗര്യനെ ഉപദേശിക്കാനും ശക്തമായൊരു രാജ്യത്തിന്റെ അടിത്തറ പാകാനും അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. അതുപോലെ ഒരു നവ ഇന്ത്യ വിഭാവന ചെയ്യുന്നതിൽ നരേന്ദ്രമോദി അസാധാരണമായ ദീർഘവീക്ഷണം പ്രകടിപ്പിച്ചു. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ ഇന്ത്യയെ ഒരു ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക പുരോഗതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ മോദിയുടെ ദർശനത്തിൽ ഉൾപ്പെടുന്നു. ചാണക്യനെ പോലെ മോദിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളും ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം ആഗോളവേദിയിൽ നയിക്കാൻ രാജ്യത്തെ സജ്ജമാക്കുന്നു. രണ്ടാമത്തെ കാര്യം അടിസ്ഥാന തലബന്ധമാണ്. ഈ രണ്ടുപേരും ജനങ്ങളുടെ നേതാക്കളാണ്. സാധാരണക്കാരെ കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള ധാരണയിലും അടിസ്ഥാന തലങ്ങളുമായി ബന്ധപ്പെടാനുമുള്ള അവരുടെ കഴിവിലുമാണ് ചാണക്യനും മോദിയും തമ്മിലുള്ള സാമ്യം നിലനിൽക്കുന്നത്. സാധാരണ പൗരന്മാരെ, പ്രത്യേകിച്ച് കർഷകരെയും വ്യാപാരികളെയും ഒരു സമ്പന്ന രാജ്യത്തിന്റെ നട്ടെല്ലായി ശാക്തീകരിക്കുന്നതിൽ ചാണക്യൻ വിശ്വസിച്ചു. അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ന്യായമായ നികുതി, റിസോഴ്സ് മാനേജ്മെന്റ്, വ്യാപാര മാർഗങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ശക്തമായ ഒരു രാഷ്ട്രം അതിന്റെ പൗരന്മാരുടെ ക്ഷേമത്തിലാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന ആശയം ചാണക്യന്റെ തത്വചിന്ത അടിവരയിട്ടു. ജനങ്ങളുമായി പ്രതിധ്വനിക്കാൻ നരേന്ദ്രമോദിക്കും അതുല്യമായ കഴിവുണ്ട്. ചായ വിൽപ്പനക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എളിയ തുടക്കം സാധാരണ ഇന്ത്യക്കാർ നേരിടുന്ന പോരാട്ടങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണയെ രൂപപ്പെടുത്തി. ജൻധൻ യോജന, അതായത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് നിർമ്മിച്ചു കൊടുക്കുക. ഉജ്ജ്വല യോജന, ഗ്രാമീണ കുടുംബങ്ങൾക്കായുള്ള സൗജന്യ LPG കണക്ഷനുകൾ. സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ഈ ബന്ധം പ്രകടമാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളെ ഉന്നമിപ്പിക്കുക, വികസനം അടിസ്ഥാന തലത്തിലെത്തുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഈ സംരംഭങ്ങളുടെ ലക്ഷ്യം. അടുത്ത സാമ്യത തന്ത്രപരമായ മികവാണ്. രണ്ടുപേരും ഭരണത്തിലെ സൂത്രധാരന്മാരാണ്. ചാണക്യനും മോദിയും തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ സമാനതകളിൽ നിന്ന് അവരുടെ സമാനതകളില്ലാത്ത തന്ത്രപരമായ ചാതുര്യമാണ്. രാഷ്ട്രതന്ത്രം, നയതന്ത്രം, യുദ്ധം എന്നിവയിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രം.
ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തിന് കീഴിൽ ഛിന്നഭിന്നമായ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പ്രായോഗികവും ഫലപ്രദവുമായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥിരത ഉറപ്പാക്കി. ഭരണത്തോടുള്ള ചാണക്യന്റെ സമീപനം യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വേരൂന്നിയതായിരുന്നു. ആദർശപരമായ സങ്കല്പങ്ങളെക്കാൾ പ്രായോഗിക പരിഹാരങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ തന്ത്രജ്ഞരിൽ ഒരാളാക്കി മാറ്റി. മറുവശത്ത് ആഭ്യന്തര അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ആധുനിക തന്ത്രപരമായ മികവ് മോദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സങ്കീർണമായ രാഷ്ട്രീയ മേഖലകളിൽ സഞ്ചരിക്കാനും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉറപ്പാക്കാനും പരിവർത്തന നയങ്ങൾ നടപ്പിലാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ മനോഭാവത്തെ കാണിക്കുന്നു. ഉദാഹരണത്തിന് ചരക്ക് സേവന നികുതി പരിഷ്കരണം തുടക്കത്തിൽ വിവാദമായിരുന്നെങ്കിലും ഇന്ത്യയുടെ നികുതി സമ്പ്രദായത്തെ സുഗമമാക്കി. സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. അതുപോലെ ആഗോള ശക്തികളുമായുള്ള അടുത്ത ബന്ധവും അന്താരാഷ്ട്ര സോളാർ അലയൻസ് പോലെയുള്ള സംരംഭങ്ങളും ഇന്ത്യയുടെ ആഗോള പങ്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രകടമാക്കുന്നു. അടുത്ത പോയിന്റ് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നയതന്ത്രത്തിന്റെയും സഖ്യങ്ങളുടെയും പ്രാധാന്യം ചാണക്യനും മോദിയും മനസ്സിലാക്കി. ചന്ദ്രഗുപ്തന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലും എതിരാളികളെ ദുർബലപ്പെടുത്തുന്നതിലും സഖ്യങ്ങൾ കെട്ടിപ്പടുത്ത ഒരു മികച്ച നയതന്ത്രജ്ഞനായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ ഉടമ്പടികളും ചർച്ചകളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഉറപ്പാക്കി. വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഖ്യങ്ങളെ ഉപയോഗിക്കുന്നതിൽ ചാണക്യന്റെ വിശ്വാസം ഇന്നും രാഷ്ട്രീയ തന്ത്രങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തത്വമാണ്. മോദിയും നയതന്ത്രത്തിൽ ഗണ്യമായ ഊന്നൽ നൽകിയിട്ടുണ്ട്. ആഗോള ശക്തികളുമായും അയൽ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ആധുനിക ലോകത്തിലെ സഖ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ എടുത്തു കാണിക്കുന്നു. മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ, G20, ബ്രിക്സ് പോലെയുള്ള ബഹുരാഷ്ട്ര വേദികളിലെ പങ്കാളിത്തം, പ്രാദേശിക പങ്കാളിത്തങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നിവ ഇന്ത്യയുടെ ആഗോള നിലവാരം ഉയർത്തി. ഇറാനിലെ ചാബഹാർ തുറമുഖവും അദ്ദേഹത്തിന്റെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന നയവും പ്രാദേശിക കണക്ടിവിറ്റിയും സാമ്പത്തിക സഹകരണവും വളർത്തിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ സമീപനത്തെ കാണിക്കുന്നു. അടുത്ത പോയിന്റ് സാമ്പത്തിക പരിഷ്കരണങ്ങളാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം, വ്യാപാര നികുതി, റിസോഴ്സ് അലോക്കേഷൻ എന്നിവയുൾപ്പെടെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂടിനെ രൂപപ്പെടുത്തുന്നു. ശക്തമായ ഒരു രാജ്യത്തിന്റെ അടിത്തറയായി സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സമൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമാണ് ചാണക്യന്റെ സാമ്പത്തിക നയങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമാനമായി ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനായി മോദി നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യുന്നു. അതേസമയം സ്റ്റാർട്ടപ്പ് ഇന്ത്യ നവീകരണത്തെയും സംരംഭകത്തെയും പിന്തുണയ്ക്കുന്നു. കൂടാതെ UPI, ജൻധൻ യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഡിജിറ്റൽ പേയ്മെന്റുകൾക്കും സാമ്പത്തിക ഉൾപ്പെടുത്തലിനും വേണ്ടിയുള്ള മോദിയുടെ ശ്രമം കാര്യക്ഷമവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമായ ഒരു സാമ്പത്തിക സംവിധാനം സൃഷ്ടിക്കുന്നതിന്റെ ചാണക്യന്റെ രീതി പോലെ തന്നെയാണ്. അടുത്ത സാമ്യത ഈ രണ്ട് നേതാക്കൾക്കുമുള്ള ആശയവിനിമയ കഴിവുകളാണ്. ഏതൊരു നേതാവിനും ഫലപ്രദമായ ആശയവിനിമയം ഒരു ശക്തമായ കഴിവാണ്. ചാണക്യനും മോദിയും ഈ മേഖലയിൽ നല്ലതുപോലെ മികവ് പുലർത്തിയിട്ടുണ്ട്. ചന്ദ്രഗുപ്തനെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെയും നയിക്കാൻ തന്റെ ബുദ്ധിശക്തിയും പ്രസംഗ വൈദഗ്ധ്യവും ഉപയോഗിച്ച് പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള കഴിവ് ചാണക്യനെ പ്രശസ്തനാക്കി. ചാണക്യനീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ കാലാതീതമായ ജ്ഞാനത്താൽ നേതാക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോദിയുടെ ആശയവിനിമയ കഴിവുകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമായി സ്റ്റേജുകളിൽ ഗർജിക്കുന്ന സിംഹത്തെ പോലെയാണ് നരേന്ദ്രമോദി പ്രസംഗം പറയാറുള്ളത്. പലതരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലത്തിലുള്ള ആളുകളുമായി അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ ബന്ധം സ്ഥാപിക്കുന്നു. കൂടാതെ മൻ കി ബാത് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നു. തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാനും പ്രവർത്തനത്തിന് പ്രചോദനം നൽകാനുമുള്ള മോദിയുടെ കഴിവ് ചാണക്യന്റെ ആശയവിനിമയ കഴിവുകളുടെ ആധുനിക രൂപമാണ്. അടുത്തതായി ഈ രണ്ട് നേതാക്കളിലും കാണുന്നത് ദേശീയ ഐക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലപാടാണ്. രണ്ടുപേരും ലക്ഷ്യം വെക്കുന്നത് ശക്തവും ഏകീകൃതവുമായ ഇന്ത്യയാണ്. ചാണക്യനും മോദിയും തങ്ങളുടെ നേതൃത്വത്തിന്റെ മൂലക്കല്ലായി ദേശീയ ഐക്യത്തെ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ തന്റെ കാലത്ത് ഛിന്നഭിന്നമായ ഭാരതത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം പരസ്പരം പോരടിക്കുന്ന ഒന്നിലധികം രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിദേശ ആക്രമണങ്ങൾക്ക് ഇരയാകാൻ കാരണമായി. മൗര്യ സാമ്രാജ്യത്തിന് കീഴിൽ ഈ പ്രദേശങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ചാണക്യന്റെ ശ്രമങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല സാംസ്കാരികവുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ കൂട്ടായ സ്വത്വബോധം വളർത്തിയെടുത്തു. ആധുനിക സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനെ ചുറ്റിപ്പറ്റിയാണ്.
ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പോലെയുള്ള സംരംഭങ്ങളിലൂടെ സാംസ്കാരിക, ഭാഷ, പ്രാദേശിക വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു രാഷ്ട്രം ഒരു നികുതി, ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് തുടങ്ങിയ നയങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റം രാജ്യത്തുടനീളം ഏകത്വത്തിന്റെയും സമത്വത്തിന്റെയും ബോധം വളർത്താൻ ലക്ഷ്യമിടുന്നു. തന്റെ സാമ്രാജ്യത്തിൽ ആന്തരിക ഐക്യം ഉറപ്പാക്കാൻ ചാണക്യൻ അക്ഷീണം പ്രയത്നിച്ചതുപോലെ ഇന്ത്യയെ രാഷ്ട്രീയമായോ സാമൂഹികമായോ സംയോജിപ്പിക്കുന്നതിൽ മോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ രണ്ട് നേതാക്കളും വിദ്യാഭ്യാസത്തിലും അറിവിലും ഊന്നൽ കൊടുക്കുന്നുണ്ട്. തക്ഷശില സർവകലാശാലയിലെ പണ്ഡിതനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനുമായിരുന്നു ചാണക്യൻ. വ്യക്തികളുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് അറിവും വിദ്യാഭ്യാസവും നിർണായകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഭരണം, ധാർമ്മികത, വ്യക്തിപരമായ പെരുമാറ്റം എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അർത്ഥശാസ്ത്രം, ചാണക്യനീതി തുടങ്ങിയ അദ്ദേഹത്തിന്റെ കൃതികളിൽ പഠനത്തിലുള്ള അദ്ദേഹത്തിന്റെ ഊന്നൽ പ്രകടമാണ്. ചാണക്യന്റെ ഭൗതിക അടിത്തറ ചന്ദ്രഗുപ്ത മൗര്യനെ നയിക്കുക മാത്രമല്ല, ഭാവി തലമുറകൾക്ക് അടിത്തറയിടുകയും ചെയ്തു. നരേന്ദ്രമോദിയും വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനും ഗണ്യമായ ഊന്നൽ നൽകുന്നു. സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തുടങ്ങിയ സംരംഭങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ യുവാക്കളെ സജ്ജരാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത അറിവും ആധുനിക സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കുന്നതിൽ മോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള വിദ്യാഭ്യാസത്തിന്റെ ശക്തിയിലുള്ള ചാണക്യന്റെ അതേ വിശ്വാസം തന്നെയാണ് മോദിയും കാണിക്കുന്നത്. അടുത്തതായി രണ്ടുപേർക്കും പ്രതിസന്ധികളിൽ ശക്തമായ നേതൃത്വം നൽകാനുള്ള കഴിവാണ്. പ്രതിസന്ധികളെ മാനേജ് ചെയ്യുന്നത് ഫലപ്രദമായ നേതൃത്വത്തെ നിർവചിക്കുന്ന വശമാണ്. ചാണക്യനും മോദിയും ഈ മേഖലയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ചാണക്യന്റെ കാലഘട്ടം ആന്തരിക പ്രക്ഷുബ്ധതകളും ബാഹ്യഭീഷണികളും കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ സ്ഥിരതയുള്ള ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഉറപ്പാക്കി. അലക്സാണ്ടറുടെ പിൻഗാമികളെ കൈകാര്യം ചെയ്യുന്നതായാലും ഛിന്ന ഭിന്നമായ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നതായാലും പ്രതിസന്ധികളിൽ ചാണക്യന്റെ നേതൃത്വം മാതൃകാപരമായിരുന്നു. പ്രതിസന്ധികളിൽ മോദിയും ശക്തമായ നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ്-19 പാൻഡമിക് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. അതിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സർക്കാർ രാജ്യവ്യാപകമായ ലോക്ക്ഡൌണുകൾ, വാക്സിൻ ഡ്രൈവുകൾ, സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ തുടങ്ങിയ നടപടികൾ നടപ്പിലാക്കി. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ശാന്തത പാലിക്കാനും ദിശാബോധം നൽകാനുമുള്ള മോദിയുടെ കഴിവ് ചാണക്യൻ പ്രകടിപ്പിച്ച അതേ പ്രതിരോധ ശേഷിയും പൊരുത്തപ്പെടലും പ്രതിഫലിപ്പിക്കുന്നു. ഈ രണ്ട് നേതാക്കളും പ്രത്യയശാസ്ത്രത്തെക്കാൾ ഊന്നൽ കൊടുത്തത് പ്രായോഗികമായ രീതികൾക്കാണ്. യഥാർത്ഥ ബോധത്തിലൂടെയും പ്രായോഗികമായ രീതികളിലൂടെയും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വിശ്വസിച്ചിരുന്ന ഒരു പ്രായോഗികവാദിയായിരുന്നു ചാണക്യൻ. സങ്കീർണമായ രാഷ്ട്രീയ ഭൂപ്രകൃതികളെ ഫലപ്രദമായി മറികടക്കാൻ അദ്ദേഹം അനുവദിച്ച വിട്ടുവീഴ്ചയും പൊരുത്തപ്പെടലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളിൽ പലപ്പോഴും ഉൾപ്പെടുന്നു. ഭരണത്തോടുള്ള പ്രായോഗിക സമീപനത്തിന് മോദിയും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങൾ പലപ്പോഴും പരമ്പരാഗത മൂലങ്ങളെ ആധുനികതയുമായി സന്തുലിതമാക്കുന്നു. സാംസ്കാരിക സംരക്ഷണത്തിന്റെയും പുരോഗതിയുടെയും മിശ്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാങ്കേതിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുമ്പോൾ കാശി വിശ്വനാഥ് കൊറിഡോർ പോലെയുള്ള സംരംഭങ്ങളിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. മാറുന്ന സാഹചര്യങ്ങളിലായി തന്ത്രങ്ങൾ പൊരുത്തപ്പെടുത്താനുള്ള മോദിയുടെ കഴിവ് ചാണക്യന്റെ പ്രായോഗിക നേതൃത്വ ശൈലിയുമായി യോജിക്കുന്നു. അടുത്തതായി ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്ന ഇവരുടെ നേതൃത്വമാണ്. ചാണക്യനും മോദിയും തമ്മിലുള്ള ഏറ്റവും ആകർഷകമായ സമാന്തരങ്ങളിലൊന്ന് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കാനുള്ള അവരുടെ കഴിവാണ്. ചാണക്യന്റെ നയങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്തെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ യാഥാർത്ഥ്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതായിരുന്നു. എന്നിരുന്നാലും അവ ആധുനിക ഭരണത്തിന് അടിത്തറ പാകി. ഐക്യം, സാമ്പത്തിക സ്ഥിരത, വിദ്യാഭ്യാസം എന്നിവയിലുള്ള അദ്ദേഹത്തിന്റെ ഊന്നൽ സമകാലിക ഇന്ത്യയിൽ പ്രതിധ്വനിക്കുന്നത് തുടരുന്നു. മറുവശത്ത് ആധുനിക നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ മോദി പലപ്പോഴും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികതയും ചരിത്രപരമായ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. സാങ്കേതിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം യോഗ, ആയുർവേദം തുടങ്ങിയ ഇന്ത്യയുടെ പുരാതന പാരമ്പര്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പാരമ്പര്യത്തെയും നവീകരണത്തെയും സന്തുലിതമാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രകടമാക്കുന്നു. പഴയതിനെ പുതിയതുമായി സംയോജിപ്പിക്കുക എന്ന ചാണക്യന്റെ തത്വചിന്തയുമായുള്ള ഈ പൊരുത്തപ്പെടൽ അവരുടെ നേതൃത്വത്തിന്റെ കാലാതീതമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. നരേന്ദ്രമോദിയും ചാണക്യനും തമ്മിലുള്ള സമാനതകൾ അവരുടെ ചരിത്ര സംഭവങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു. രണ്ട് നേതാക്കളുടെയും നേതൃശൈലി, ദീർഘവീക്ഷണമുള്ള ചിന്ത, തന്ത്രപരമായ വൈഭവം, പ്രതിരോധശേഷി, ദേശീയ ഐക്യത്തോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധത എന്നിവ ഉൾക്കൊള്ളുന്നു. പുരാതന കാലത്ത് ചാണക്യൻ ഏകീകൃതവും സമൃദ്ധവുമായ
ഒരു ഭാരതത്തിന് അടിത്തറ പാകിയപ്പോൾ മോദി തന്റെ പരിവർത്തനാത്മകമായ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും ആധുനിക ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള കമ്പാരിസൺ വീഡിയോകളും അനാലിസിസ് വീഡിയോകളും ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റൊരു സാമൂഹിക വിഷയമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ഫ്രം അതുൽ വിജയൻ.